വേണോ കൊറേ നേരം ഒരു ഉള്ളി നോക്കിയിട്ട് ഇതാരാ നീ എടുത്തു കൊണ്ടേക്കിയ ഇതാരാ കൊണ്ടുവന്നേക്കിയ കാലും കയറ്റി വെച്ചിരിക്കുകയാണ് തമ്പുരാട്ടി ഞാൻ ഒറ്റ ഒന്നും തന്നാണ്ടല്ലോ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നുണ്ടാക്കുന്ന സ്പെഷ്യൽ എന്താണെന്നൊരു സൂചനയൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ കുറച്ച് സർപ്രൈസ് വീഡിയോ ആണ്. അതിൻ്റെ കാര്യങ്ങൾ ചിലർക്കൊക്കെ അറിയായിരിക്കാം, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. ഇന്ന് ഞായറാഴ്ച സ്പെഷ്യലാണ്. ഞായറാഴ്ച ഇന്ന് 2 സ്പെഷ്യൽ ഉണ്ടാക്കി. ഒന്നല്ല 2 ഉണ്ടാക്കി. ഓരോരുത്തർക്ക് ഓരോ സാധനങ്ങൾ കാണുമ്പോൾ ഓരോരോ പൂതികളാണ് വെച്ചാൽ പിന്നെ എന്താ ചെയ്യുന്നത്. നമ്മൾ പാലക്കാട് പോയിട്ട് കഴിച്ചിട്ട് വന്നല്ലേ, അപ്പോൾ അത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ, പിന്നെ സുകന്യക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ മെയിനായിട്ട്. എവിടെ സുകന്യ? ആ പാലക്കാട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിൽ ഇറങ്ങും ചിലപ്പോൾ. ശപിക്കരുത് അല്ലേ, ഇങ്ങോട്ട് ഇറങ്ങ്. അപ്പോൾ എന്താ മഹർഷിയാണ്. അപ്പം എന്തായാലും ഞായറാഴ്ച സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ വിഭവങ്ങളും കുറേ വിശേഷങ്ങളും കൂടി കാണാം. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അതെ, സ്പെഷ്യൽ ഒരാളൊന്നല്ല, നമ്മുടെ ഒരുപാടായിട്ട് എല്ലാവരും അന്വേഷിക്കുന്നതാണ്. അപ്പോൾ തെറ്റിപ്പോയി, വഴക്കിട്ട് പോയി, എന്തൊക്കെയോ അതിൻ്റെ പേരിൽ നമ്മൾ പഴി കേൾക്കേണ്ടി വന്നതാണ് അല്ലേ. തെറ്റിപ്പോയി, വഴക്കിട്ട് പോയി എന്നൊക്കെ ഒരുപാട് നമ്മൾ വഴി കേൾക്കേണ്ടി വന്നതാണ് പറയുക. ഈ പെണ്ണുങ്ങളുടെ ശല്യം കാരണം, സുകന്യയുടെ ശല്യം കാരണം. എന്താ ചെയ്യാ അല്ലേ, പോകടന്നിട്ട് വേഗം ഉള്ളിക്ക് വെട്ടിക്കോ. അവള് ചായ വെക്കുകയാണ്. ഇതിനിടയിൽ ചായ വെക്കുന്നുണ്ടാ? ഇന്ന് എന്താ ഞാൻ പറഞ്ഞ ഒരു കാര്യം പറയട്ടെ. ഇന്ന് രാവിലെ ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. ചിക്കൻ വാങ്ങിക്കൊണ്ടുമ്പോൾ ഇന്നലെ പൂളക്കിഴങ്ങും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പയും കൊണ്ടുവന്നിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേ ഈ ഇതൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ, ഇതൊന്നും ഉണ്ടാക്കണ്ട, ഇന്ന് ഉച്ചയ്ക്ക് ഇത് മതി പറഞ്ഞു. അത് ചട്ടി വടിച്ചു കേട്ടോ. അല്ല, അത് കപ്പ എന്ന് പറഞ്ഞാൽ എന്തായാലും ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും അത് ഊണ് കഴിക്കേണ്ട സമയത്തേക്ക് ആവില്ല, കുറച്ച് നേരം വൈകും. അപ്പോൾ പിന്നെ ഊണ് കഴിക്കേണ്ട സമയത്തേക്ക് വേഗം എന്തായാലും കുട്ടികൾക്ക് വിശപ്പിന് തൽക്കാലം പിടിച്ച് നിൽക്കാനുള്ളത് എന്തായാലും ഉണ്ടാക്കി കൊടുത്താൽ സമാധാനത്തിൽ ബിരിയാണി ഉണ്ടാക്കാം. അതല്ലേ കുഞ്ഞുണ്ണി നല്ലത്? അതാണ് നല്ലത്. കുഞ്ഞുണ്ണി പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല അല്ലേ. കുഞ്ഞുണ്ണി ആ ഉള്ളി അവിടെ വെച്ചോ. ഇനി യൂട്യൂബ് വിചാരിക്കും നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനില്ല അവിടേക്ക്. അത് അങ്ങനത്തെ ആൾക്കാരാണ് അത് നോക്കുന്നത്, പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. വെക്കവിടെ അവിടെ ഇന്ന് കുടുംബശ്രീ ഉണ്ട്, ഇന്ന് ആരും കാണാനില്ലല്ലോ. സാരില്ല, ഓരോരുത്തർ ഓരോ വഴിക്ക് പോയിട്ടുണ്ടാവും. ഇക്കുണ്ട സുകന്യ വേഗം ഉള്ളി വെട്ടിക്കോ. ഞാൻ വെട്ടണോ? ഞാൻ ഇതിക്കുള്ള ഉള്ളിയൊക്കെ ഞാൻ വെട്ടിക്കോളാം. ചായ കുടിക്കും. അപ്പൊ സലാഡ് വേണ്ടേ? സാലഡ് അവളുണ്ടാക്കിക്കോട്ടെ. അത് സുകന്യയുടെ അവകാശമാണ്. അത് ആർക്ക് വേണമെങ്കിലും സലാഡ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. അമ്മ പറയാ സാലഡ് ഉണ്ടാക്കുന്ന അച്ഛന്റെ സാലഡ് അത്ര മോശമാണ്. എന്റെ സലാഡ് മോശമെന്ന് പറയില്ല. എന്നൊക്കെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, എന്തൊക്കെ സുഖ സൗകര്യങ്ങളിലാണ്. എന്താ പറയാ, അതൊന്നും ആലോചിക്കാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളാണ്. അവനാന്റെ അച്ഛനും അമ്മയും മുതലിന്റെ പേരിൽ ഗേറ്റിന് പുറത്തേക്ക് നിർത്തുക, വീടിന്റെ വാതിലടച്ചിട്ട് പുറത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ എത്ര അതപ്പതിച്ച ഒരു മനുഷ്യൻ എന്നുള്ളതാണ്. അത് സ്വത്തിന്റെ പേരിൽ മരുമകളാണെങ്കിൽ പോട്ടെ, മകൾ അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോ മകള് എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ടു. മരുമകളാണെങ്കിൽ പോട്ടെ എന്നല്ല, മരുമകളും ഒരു വീട്ടിലെ മകൾ തന്നെയാണ്. പക്ഷെ എന്നാലും സ്വന്തം അച്ഛനമ്മേനെ മകൾ അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ ലോകം എവിടെ എത്തി? സത്യം. എല്ലാവരും നമ്മളിപ്പോൾ നാളെ വയസ്സാവുന്നൊരു കാലം വരും, നമ്മുടെ മക്കളും ഇതേപോലെ ഒന്നും പറയാൻ പറ്റില്ല. ആ ഒരു പേടി ഏതൊരു അച്ഛനമ്മയ്ക്ക് ഉണ്ടാവും. അവര് പറയുന്നത് അതാ. പിന്നെന്താ, നമുക്ക് ഒരു പിടിവള്ളി കിട്ടിയിട്ടാണ് എന്തും ചെയ്യാൻ പാടുമെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. മക്കൾക്കുള്ള സ്വത്ത് മുഴുവൻ വീതം വെച്ച് കൊടുത്തിട്ട് അവസാനം പെരുവഴിയിൽ ഇറങ്ങി നിൽക്കുന്നതിനുള്ള ഭേദം ഒരു പിടിവള്ളി കിട്ടിയിട്ട് അതൊക്കെ ചെയ്യാൻ പാടുമെന്ന് അതിൽ പറയുന്നതിൽ ഒരു തെറ്റില്ല. അത് 100% ശരി. ഞാനന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു, എന്താ വീട് തറവാട് എന്ന് പറയുന്നത് പൊളിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞു എനിക്ക് വീടായത്. അതും കൊണ്ടല്ല, അച്ഛനും അമ്മയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അവർക്ക് അവരുടേതായൊരിത് വേണം. ഇല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ പറഞ്ഞില്ലേ, മനുഷ്യനല്ലേ മറക്കും, പഴയതെല്ലാം
എല്ലാം മറക്കും കിട്ടിയതും തന്നതൊക്കെ മറക്കും. അപ്പോൾ അവർക്കൊരു സ്നേഹം ഉണ്ടാവില്ല. കിട്ടിയതും തന്നല്ല, സ്ഥാനം പോലും മറക്കണം. കിട്ടിയതും തന്നതും പോട്ടെ, ആ സ്ഥാനം, ഒരു സ്ഥാനമല്ലോ മക്കൾക്കും അച്ഛനും അമ്മയും തമ്മിലുള്ള സ്ഥാനം എന്താണ്, അതാണ് മറക്കണത്. മറക്കും. അതിനേക്കാൾ വിലപ്പെട്ടില്ല പിന്നെ എന്താണ് നമുക്ക് എന്താ ഉള്ളത്? അപ്പൊ അത് കാരണം നമ്മൾ പറയുകയാണ് കേട്ടോ, അല്ലാതെ നമുക്ക് ഇതായിട്ടോന്നല്ല, അവർക്ക് സന്തോഷമായിട്ട് പറഞ്ഞിട്ട് ആരും ഇപ്പൊ ഇതൊന്നും തിരുത്തുന്നോ അല്ലെങ്കിൽ മാറ്റുന്നൊന്നും വിചാരിച്ചിട്ടല്ല. നമുക്ക് നമ്മുടെ അച്ഛനമ്മേനെ നോക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ നോക്കാന്നല്ലാണ്ട് ബാക്കിയുള്ളവരോട് നോക്കാൻ പറയാൻ ഇങ്ങനെ വെറുതെ പറയാന്നല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളാണ് നമ്മുടെ മക്കളുടെ മാതൃക, അല്ലാതെ അപ്പുറത്തുള്ളവരെ കണ്ടുപഠിക്കുക അല്ലെങ്കിൽ ഇപ്പുറത്തുള്ളവരെ കണ്ടുപഠിക്കുക എന്നല്ല പറയുക. നമ്മുടെ അച്ഛനമ്മ എങ്ങനെയാണോ ചെയ്യുന്നത് അത് കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ പഠിക്കുക. എങ്ങനെ പറയാ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നൊക്കെ പറയാൻ കേട്ടിട്ടില്ലേ? ഇപ്പൊ ഒരു കൊല്ലൊന്നും വേണ്ട, അതിന് മുന്നേ തന്നെ ഒരു കൊല്ലൊന്നും വേണ്ട, അതിന് മുമ്പേ തന്നെ കിട്ടുന്നുണ്ട്. ഇതെന്താ കലം മാത്രമേ ഉള്ളൂ? അല്ല, ചെമ്പ് മാത്രമേ ഉള്ളൂ. ഉണ്ടല്ലേ നിറയ്ക്കങ്ങടേ വാണ്ടമുട്ടി വാണ്ടമുട്ടി അച്ഛൻ നന്നായിട്ടൊന്നെടുത്തോ. ഇതെന്തില്ല മനസ്സിലായോ? ബിരിയാണിക്കുള്ള അല്ലാതെ ചിക്കൻ പുഴുങ്ങല്ലാണ്ട് കൈ കേടുത്തണ്ട. ഇന്നെന്റെ കൈ പൊള്ളലെന്നെ. എങ്ങനെ പൊള്ളാതിരിക്കും? ഇങ്ങനെ കത്തിനടുപ്പിലൊക്കെ കൈയിട്ട് കഴിഞ്ഞ് കൈ പൊള്ളാതിരിക്കും? ഇന്ന് അടുപ്പിനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? തുടങ്ങി തുടങ്ങി തുടങ്ങി. നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അയ്യോ അയ്യോ, നെയ്യിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തുണ്ടാക്കൂടെ. പുറത്തേക്ക് കളയല്ലേ? വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്തോ ഒരു വില. എന്താ പുറത്ത് പോയിട്ട്? സോറി ഞാൻ അത് അറിയാതെ അങ്ങനെ വന്നതാ. അവൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ചിരി വരുന്നു. എന്താണ്ട ചെക്കന്മാരെ നിങ്ങളിങ്ങനെ പാവങ്ങൾ. പട്ട എന്താ നമ്മളേ ഉള്ളി ഇട്ട് കൊടുക്കണ്ടേ. എന്താ ഉണ്ടാക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നല്ല, ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. അതങ്ങനെ പേര് പറയാൻ പറ്റില്ല. പേര് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഞെട്ടും. മേമെന്താ തലാ തിരിഞ്ഞിരിക്കുന്നു? ബിരിയാണിയുടെ പേര് കേട്ട ഞെട്ടും പറയുമ്പോൾ എങ്ങനെയുണ്ട്? കല കല കലാന്നായിട്ടുണ്ടല്ലോ. അങ്ങനെ ആവണേ, അങ്ങനെ ആവണം, അങ്ങനെ ആവണേ. എടുത്തേക്ക്. ഇനി അത് ഡപ്പയില് അടച്ചേക്കിട്ടാ, കാറ്റിട്ടാതിരിക്കുക. അല്ലെങ്കിൽ ഡപ്പയില് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രസമുണ്ടാകും. ഒരു കവറിൽ ചുറ്റിയിട്ട് എങ്ങനെ പറയാ, ചോറ് കുറച്ച് തൈര് കൈപ്പയ്ക്ക വറുത്തതും, വേറൊന്നും വേണ്ട കേട്ടോ. ഒരു നേരം അടിപൊളി. ഓ നീ വലുതായിട്ട് തോന്നുന്നില്ല, ആ പാത്രത്തിന്റെ വലിപ്പം അതാണ്. നല്ല പോലെ കണ്ടോ, നല്ല പോലെ അങ്ങോട്ടേക്ക് കളയണ്ട. ഇന്നേ 3 ഗ്ലാസ് പൊട്ടിച്ചുട്ടോ ഞാന്. അതാണ്, അങ്ങനെ വേണം. എല്ലാ ദിവസവും ചെയ്യണേ, എല്ലാ ദിവസവും ചെയ്യണേ. അറിയാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കട്ടെ. എന്താണ് ആർക്കും ഒരു ഉഷാറില്ലാത്ത? ആർക്കും ഉഷാറില്ലാത്ത? ഗ്ലാസ്സല്ലേ പൊട്ടിയത്? അത് ചില്ലി ഗ്ലാസ് അല്ലേ പൊട്ടിയത്? സ്റ്റീൽ ഗ്ലാസ് ഒന്നും പൊട്ടിയില്ല. എന്താണ് ഒരു ചില്ലി ഗ്ലാസ് പൊട്ടികള് എത്ര സങ്കടപ്പെട്ടു കഴിഞ്ഞാലോ. എടുത്തോ. എന്താ ഒരു ചില്ലി ഗ്ലാസ്, 3 ചില്ലി ഗ്ലാസ് പൊട്ടിയപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ അറിയാം. എന്താ അത്? സ്റ്റീൽ ഗ്ലാസ് ഒന്നല്ലല്ലോ പൊട്ടിയത്. സ്റ്റീൽ ഗ്ലാസ് പൊട്ടില്ലല്ലോ. തന്നെ ഞാൻ പറഞ്ഞു, അതല്ലല്ലോ പൊട്ടിയത്. മേടിക്കുക, അതാണ്. അത് സുകന്യ ഏറ്റെടുത്തിട്ടുണ്ട്. മല്ലിയിലയും കൂടി ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഇട്ട് കൊടുക്കണ്ടേ. ഓ, നോക്കി പഠിക്കാൻ വേണ്ടി കിച്ചു വന്നിരിക്കണ. അവിടെ നീച്ചിരിക്ക് പോകുന്ന. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കിച്ചുട്ടാ എന്താണ് കിച്ചു? തൈര് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഓ, പാട്ടായി. സാലഡ് എടുത്ത് നിർത്താം.
ബാക്കിയുള്ളത് എടുത്ത് കുടിക്കരുത്. അവസാനം കച്ചമ്പർ ഉണ്ടാക്കാൻ തൈര് വേണം. എത്ര ആയാലും നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണ്ടേ. ചിക്കൻ ഇട്ട് കൊടുക്കണ്ട്. അച്ചുട്ടി ഇത് അങ്ങോട്ട് കൊണ്ടുപോടി. നമ്മളിതിൽ ഗരം മസാല കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പൊടി ഇടുന്നതിൻ്റെ ഒപ്പം പറയാൻ മറന്നുപോയി. എൻ്റെ കിച്ചോ ചോദ്യം ചോക്കട്ടെ കിച്ചു, ചോദ്യം ചോക്കല്ലേ കിച്ചു, പിന്നെ സംശയങ്ങൾ ചോക്കല്ലേ കിച്ചു. ഞാൻ ഉണ്ടാക്കുമ്പോ നീ ചോദിച്ചോ? അപ്പൊ ഞാൻ പറഞ്ഞുതരാ. ഞാൻ ഉണ്ടാക്കുമ്പോ ചോദിച്ചോ? അപ്പൊ പറഞ്ഞുതരാ. അമ്മ ഉണ്ടാക്കുമ്പോ ചോക്കണ്ട. എന്താ ഏട്ടാ എന്നെ കളിയാക്കുകയാണോ നിങ്ങള്? ഞാൻ ഉണ്ടാക്കില്ലല്ലോ. ആ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടാ. ആട് മകനെ, ഇത് ബിരിയാണി എന്താണ്? നിനക്കിനി മനസ്സിലായില്ല ഇതെന്താന്നുള്ളത്. ഏട്ടാ ഈ ബിരിയാണിയില്ലേ പാലക്കാട് ഫേമസ് ആണ് കേട്ടോ. ഹോട്ടലുകൾ കൂടെ നമ്മൾ ബിരിയാണിയുടെ ഒരു സ്റ്റെപ്പേ ആയിട്ടേ ഉള്ളൂ. സ്റ്റെപ്പ് നമ്മള് കഴിച്ചപ്പോ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു ആഗ്രഹം ഞായറാഴ്ച. കാരണം കടയിൽ നിന്ന് വാങ്ങിയിട്ട് വരികയാണോ പറഞ്ഞാൽ നമുക്ക് വാങ്ങുമ്പോൾ കുറച്ച് തോനെ വാങ്ങണ്ടേ ഏട്ടാ. അപ്പോൾ അത് നമ്മൾ എന്താ ഫാമിൽ, ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ ഫാമിൽ പോയിട്ട് നമ്മൾ കൂട്ടുകാർ എല്ലാവരും പാടെ പോയിട്ടേ അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ബിരിയാണി ഉണ്ടാക്കി അവിടെ ഉള്ളവർക്കൊക്കെ കൊടുത്തിരുന്നു. അന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമായില്ലേട്ടാ. പിന്നെ ഇടയ്ക്ക് വരുമ്പോൾ അവർ ചോദിക്കും പ്രസി വരുന്നുണ്ടെങ്കിൽ ബിരിയാണി വെക്കുമോ, ബിരിയാണി വെക്കുമോ ചോദിക്കും. വേണോ വേണോ? കുറെ നേരമായി ഒരു ഉള്ളി നോക്കിയിട്ട് ഇതാരാ നീ എടുത്തു കൊണ്ടേക്കിയ? ഇതാരാ കൊണ്ടുവന്നേക്കിയ? കാലുമ്പോ കാലും കയറ്റി വെച്ചിരിക്കുകയാണ് തമ്പുരാട്ടി. ഞാൻ ഒറ്റ ഒന്നും തന്നാണ്ടല്ലോ. നിനക്ക് സത്യസന്ധമായിട്ട് പറ, നിനക്ക് എന്നെ പേടിയുണ്ടോ? സത്യസന്ധമായി പറയാൻ അതന്നെ കണ്ടോ ഞാനാരാ? നമ്മളെ ചെറിയ അരിയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് വെള്ളത്തിൽ നമ്മൾ കുതിർത്തി വെക്കാറില്ല. കണ്ടോ ചിക്കൻ്റെ കളറൊക്കെ നോക്കി നോക്കും. ഞാൻ മാത്രമേ കുതിർത്തി വെക്കാറുള്ളൂ. കണ്ടോ കണ്ടോ കണ്ടോ, അടിപൊളി അടിപൊളി. അമ്മ എന്താണ് കുഞ്ഞേട്ട ദാ എന്താണ് പറയൂ അമ്മ വന്നത്. അമ്മ വരുമ്പോഴൊക്കെ വീഡിയോയിൽ കാണിക്കില്ല എന്നല്ലേ പറയല്. അമ്മ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. വരുമ്പോൾ പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തായിരിക്കില്ല വരിക. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാണ്ടാവും. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞു കേട്ടോ. വറുത്ത് കൊട്ടായിരിക്കും പറയില്ലേ അല്ലമ്മ? ഞാൻ എൻ്റെ വിശേഷങ്ങൾ പറയാമായിരിക്കും. അത് 4ാമത്തെ വരെയായിട്ടേ വരുന്നത്. ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും പോയി കാണുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വരണ ഇനിയും പോകണം ആസ്പത്രിയിൽ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടേ വരൂ. അമ്മേനെ കുറേ പേര് ചോദിക്കണ്ടമ്മ. കിണറ്റിൽ വെള്ളം കമ്മിയായി എടുക്കണു. ഈ സമയം പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഈ സമയമാകുമ്പോഴേക്കും അമ്മ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നല്ലേ നമുക്ക്? ഇല്ല മകരമാസത്തിൽ കുറച്ചൊക്കെ നമ്മൾ ബുദ്ധിമുട്ടി. പണി എവിടെയൊക്കെ ചെയ്യുന്നത് പോകുന്നതാണ്. കുട്ടികൾ അമ്മേനെ കാണുമ്പോഴേക്കും അച്ഛമ്മ ഞങ്ങളും വരുന്നുണ്ട്, അച്ഛമ്മയുടെ കൂടെ ഞങ്ങളും ഉണ്ട് പറയുന്നുണ്ട്. രാവണി പറയും എന്ന് പോകണ്ട അച്ഛമ്മ, നാളെ പോയി. അച്ഛമ്മ അതിന് പോയിട്ട് വരുന്നുണ്ടേ. അപ്പം ഞാൻ ഈ അരിയൊന്ന് കഴുകട്ടെ കേട്ടാ. അമ്മ രാവിലെ വന്നതാണ്. നമ്മൾ കുടുംബശ്രീ പോയിട്ട് എന്തമ്മ എന്തെങ്കിലും പറഞ്ഞോ? കരയിക്കണ്ട. അതാ വീഴ് വെച്ചു, അത് തടഞ്ഞു വീഴും. എന്താ ഇങ്ങനെ? ചൂടുള്ള വെള്ളമാണ് ഇത്. നല്ല പോലെ ഒന്ന് തിളക്കട്ടെ.
കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിക്ക് അരിക്ക് ആവശ്യമുള്ള ഉപ്പ്. വലത്തേ കണ്ണിന് ഇനി ഇടത്തേ കണ്ണിപ്പോൾ എന്താ പറയുകയെന്നറിയില്ല. നല്ല കാഴ്ചയുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു മങ്ങൽ. അത് ഈ ചൂടിൻ്റെ ഇതൊക്കെ അല്ലേ കൊണ്ടാ തോന്നുന്നു. പിന്നെ ഇടയ്ക്ക് അങ്ങനെ ആസ്പത്രിയിൽ പോകുമ്പോൾ അവർ മരുന്ന് വെറ്റിക്കും. അപ്പോൾ അത് കഴിക്കുമ്പോൾ കണ്ണ് മങ്ങൽ കൂടുക. അത് ഈ ഞരമ്പിന് കേടുണ്ടോ നോക്കുകയാണ് അമ്മ. ഇനിയിപ്പോൾ ഞരമ്പിന് ഇടത്തേ കണ്ണ് ഇപ്പോൾ ഞരമ്പിനാണ്. ഇനിയിപ്പോൾ അത് എന്താ ഓപ്പറേഷൻ ചെയ്താലും അത് വലിയ ഇതൊന്നും ഉണ്ടാവില്ല അത്ര. അപ്പോൾ കണ്ണട വെച്ചാൽ മതി എന്ന് വിചാരിക്കുക. അപ്പോൾ ഡോക്ടർ ഒന്നും പറഞ്ഞില്ലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് പോകണം, പോകുമ്പോഴേ ഇനി പറയുള്ളൂ. പക്ഷേ ഓപ്പറേഷൻ ഉണ്ടാവില്ല, എന്നാൽ ഇനി ടെസ്റ്റൊക്കെ ചെയ്തിട്ട് പോകാൻ പറയേണ്ടതാണ്. ആ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല അല്ലേ. അരി ഇട്ട് കൊടുക്കട്ടെ. എന്താ അരി അടച്ചേക്കട്ടെ. നാരങ്ങ നീരും കൂടി. മാസം 4 മാസത്തിൽ പോയതാ. പോയിട്ട് വരായൊന്നുമില്ല, ഇടയ്ക്ക് വരികയൊക്കെ ചെയ്യും. അപ്പം ആരും കാണിക്കാനേ ഉള്ളൂ. പ്രസി അമ്മേനെ ഒന്ന് കാണിച്ചു കേട്ട് പ്രസി അമ്മേനെ നമ്മുടെ അടുത്ത് അന്വേഷണം പറയുന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ വീഡിയോയിൽ പറയാറുന്നില്ല. എന്താ വെച്ചാൽ എന്താ എല്ലാവരും പറയും കളിപ്പിക്കുകയാണെന്ന് തോന്നണ്ടാന്ന് വിചാരിച്ചിട്ട് പറയില്ല അമ്മ വന്നിരുന്നു എന്നുള്ളത്. അമ്മേനെ ചിലർ എന്താ ലൈവ് കൂടെ ഒക്കെ വരുമ്പോൾ ചോദിക്കും ചേച്ചി അമ്മ ഒരു രസമില്ല പറയും. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ ഓരോ സാഹചര്യങ്ങളുണ്ട്. അല്ലേ, നമുക്കും അങ്ങനെ തന്നെയാണ്. ഓരോ സാഹചര്യങ്ങളാവുമ്പോൾ മനുഷ്യനല്ലേ. കണ്ടോ നമ്മൾ അത് കാരണമാണ് കേട്ടോ. അല്ല ഇപ്പോൾ വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തിരക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് വരുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കില്ല. ഓരോ കാര്യങ്ങളുടെ തിരക്കിലിങ്ങനെ പോവും. വന്നപ്പോൾ രാവിലെ ഞാൻ ചക്കക്കൂട്ടാൻ്റെ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് എന്താ അടുത്ത വീടുത്തെ കുട്ടി ഞാനും പാടെ വർത്താനം പറയുമ്പോൾ ചക്കക്കൂട്ടാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അമ്മ ചക്കക്കൂട്ടാൻ വെക്കുക അടിപൊളിയായിട്ട് എന്ന്. പിന്നെ ഉണ്ട് ഒരു 10 മണിയൊക്കെ കഴിയുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ അമ്മ കയറി വരുന്നു. ചക്കക്കൂട്ടാൻ അമ്മ വെക്കുമ്പോൾ ചക്കക്കൂട്ടാനും അതുപോലെ മോര്. ഞാനെപ്പോഴും പറയാറില്ലേ മോരൊക്കെ അമ്മ ആദ്യം ഉണ്ടായത് മോളില. ആദ്യം ഉണ്ടായത് മോളില. ഇതാട്ടോ സാലഡ് ആയിട്ടുണ്ട്. ഇപ്പം സാലഡ് ഇട്ട് എൻ്റെ പ്രാവശ്യം എന്തായാലും മുകളിലധികം ഇല്ല. വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം. ഇത് അതന്നെ പറയും. പണി ഉണ്ടാവില്ല, ആളും ഉണ്ടാവില്ല. അമ്മയ്ക്ക് ആദ്യോളം അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം. പിന്നെ എന്താ വെച്ചാൽ അമ്മയുടെ വീടൊക്കെ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അമ്മയുടെ അനിയത്തി അല്ല എല്ലാവരും ഇടയ്ക്ക് വരുമൊക്കെ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് വരും. അതുകൊണ്ട് എന്താ കണ്ണിൻ്റെ ഇത് ചെയ്തപ്പോൾ അധികം കൂട്ടം കൂടാൻ പാടില്ല. ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ അപ്പോൾ അവരോട് മിണ്ടാതിരിക്കാൻ പറ്റുമോ? മിണ്ടാതിരിക്കാൻ പറ്റുമല്ലേ. ഇതാ അല്ല ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും വരാം അടുത്തടുത്താവുമ്പോൾ. പക്ഷെ ചിലവരെങ്ങനെയാണെന്ന് അറിയാം വിചാരിക്കും പറയുക എന്താണെന്നറിയുമ്പോൾ തമ്മിൽ തെറ്റിപ്പോയിക്കാണോ നിങ്ങൾക്ക് നോക്കാൻ വയ്യ. തെറ്റിയിട്ട് ആരോഗ്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ 5 ദിവസം കഴിക്കാനുള്ള മരുന്ന് എടുത്തിട്ട് അമ്മ വിരുന്ന് പോയതാണ്. ഞാനതൊക്കെ പറഞ്ഞു മാറ്റാനുള്ള ഒരു തുണി എടുത്തിട്ട് പോയതാണ്. അവിടെ കുട്ടികളും തിരക്കൊന്നുമില്ല. എന്നാൽ പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വരാച്ചിട്ട് അങ്ങനെ ഇരുന്നു. അല്ലാണ്ട് ആരോഗ്യം കൊണ്ടോ തെറ്റിയിട്ടൊന്നുമല്ല. നമ്മക്ക് എന്തിനാ തെറ്റണത്? നമ്മളെന്തിനാ ആരോഗ്യം കാണിക്കുന്നത്? നമ്മക്കിപ്പോൾ അല്ലേ അമ്മ ഉള്ളത് ഇതാണ്ടോ അവസ്ഥ ഇപ്പം ഇങ്ങനെ. തെറ്റിയിട്ടാണെങ്കിൽ ഞാൻ അപ്പം അങ്ങനെ തരാനെ വരും. അപ്പം അത് കഴിഞ്ഞിട്ട് തന്നെ 3-4 പേര് വന്നു. അതിൻ്റെ പറയുന്നതേ വീഡിയോയിലിപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്നറിയോ വീഡിയോയിൽ നിൽക്കാന്ന് വിചാരിച്ചിട്ട് പോവാൻ നിന്നതാണ് കേട്ടോ അമ്മ. അപ്പോൾ നിൽക്കും കുറച്ച് കഴിഞ്ഞിട്ട് പോവാ കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ പിടിച്ച് നിർത്തിയതാണ്.
ഇതാ എന്താണെന്നറിയോ, അടി പിടിക്കുമോന്നില്ലമ്മ, ഒരു പേടി. എവിടെ സുകന്യ അവിടെ. ഇപ്പോൾ 3 മക്കളുണ്ടെങ്കിൽ 3 മക്കളുടെയും തുല്യതയാണ് അമ്മയും അച്ഛൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരാളെ നോക്കി നമുക്ക് പറ്റണ പോലെ നമ്മൾ നോക്കുക. അത് തെറ്റിപ്പോയിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് പിന്നെന്താ, ഞങ്ങൾ ഉള്ളിടത്തോളം കാലം അമ്മയ്ക്ക് ഞങ്ങൾ നോക്കാൻ പറ്റുന്ന പോലെ ഞങ്ങൾ നോക്കുക. അതിപ്പോൾ അനിയൻ്റെ അവരാണോ വെച്ചാൽ അവരും നോക്കാറുണ്ട്, നമ്മളും നോക്കാറുണ്ട്. അതിന് എല്ലാവരുടെയും അല്ലേ. അവരിപ്പോൾ ഇങ്ങോട്ട് വരും നോക്കും പറഞ്ഞാൽ ഇവിടെ 2 ആളുണ്ടല്ലോ പറഞ്ഞിട്ടാണ് അവർ ഇവിടെ വരും അന്വേഷിക്കും നോക്കും ചെയ്യാത്തത്. നമ്മളവിടെ ആരോഗ്യം ഉണ്ടായിട്ടോന്നല്ല. ഞാൻ എപ്പോഴും പറയാറില്ല, അവരുടെ സാഹചര്യം അങ്ങനെ. അവർക്ക് രാവിലെ പണിക്ക് പോകണം, അവിടെ രാവിലെ 6:30-7 മണിയാകുമ്പോൾ പോയി രാത്രി അതുപോലെ 7 മണി, ചിലപ്പോൾ 7:30-8 മണിയാവും. പിന്നെ എവിടേക്ക് പോകാനാ സമയം ഉണ്ടാവുക? ഇപ്പം അവിടെ പോയി വീഡിയോ എടുത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ വന്നാൽ വീട്ടിൽ ഓരോ കാര്യങ്ങളും പണി ഉണ്ടാവും. ഇതാട്ടോ ഏട്ടാ, അടുത്ത വീട്ടുകളിലും കൂടി അവളെ മിണ്ടില്ല, പോവില്ല, വരില്ല പറയും. അതിന് സമയം കിട്ടില്ല. ഈ ഞായറാഴ്ച ഒരു ദിവസം ഒഴിവുണ്ടാവുക, അന്ന് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യൽ കഴിയുമ്പോഴേക്ക് തന്നെ സമയം ഒഴുകും. പിന്നെ കുറച്ച് നേരം ഉച്ചയ്ക്ക് ആയിട്ടോ. അതാണ്ടോ, ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ദമ്മിട്ട് വയ്ക്കട്ടെ കേട്ടോ, ഒരു 10-20 മിനിറ്റ് വരെ. പോരെ, അത് തടയുന്ന കണ്ടോ അവിടെ. അതെ, കടന്ന് കുറച്ചൊന്ന് ഇതാവട്ടെ. അപ്പൊ എന്തിനാ അവസരങ്ങളില്ല ഇഷ്ടം പോലെ? പിന്നെന്താ, ഇന്നലെ പെൺകുട്ടിയുടെ വേഷം കെട്ടിയിട്ട് അമ്മ നടത്തിയിരുന്നതേ. അപ്പു പറഞ്ഞു കണ്ടോ, പെൺകുട്ടിയോള് അച്ചുല്ലേ ഇന്നലെ സാരിയൊക്കെ ഉടുപ്പിച്ചിട്ട് എന്താ തന്നിട്ട് അമ്മ കാണുന്നതേ നടക്കുമ്പോഴേ. അപ്പൊ ഇതെന്തിനാ മുറിച്ച്? അമ്മൂട്ടി മേമ എവിടെ? മേമ എവിടെ? നിന്റെ അടുത്താണ് കുട്ടി. എന്താ മടിയിൽ കയറി കിടക്കണം. നോക്കിയൊക്കെ അച്ഛമ്മടെ സ്വത്ത്. ആരുടെ ആയാലും പേടില്ല. ഞാനൊന്ന് പോട്ടെ ഇതിനെ. കിച്ചൂനാണ് നാളെന്തോ കൂട്ടാൻ വെച്ചപ്പോൾ മോര് കൂട്ടാൻ വെച്ചപ്പോഴാണ് പറയുന്നത്. അവൻ അച്ഛമ്മ മോര് കൂട്ടാനും എന്താ സാമ്പാറൊക്കെ വെക്കുമ്പോൾ വേറെ രുചി അത്ര. ഞാൻ പോണതിൻ്റെ മുമ്പേ 2 ദിവസം മുമ്പേ തലേദിവസോ സാമ്പാർ 2 ദിവസം മുമ്പേ സാമ്പാർ വെച്ചപ്പോൾ അച്ഛമ്മയില്ലേ വെച്ചു. ഞാൻ വെക്കുന്നത് അമ്മ വെക്കുന്നത് അവനറിയാം. അവന് ഇടങ്ങാറ് അവനാണ്. അതിൽ പെടണ്ട കയ്യല്ലേ, ചോറിക്കൊന്നും പെടില്ല. കണ്ട പിന്നെന്താ, ഒരുപാട് ഇതായിട്ടില്ല കേട്ടോ. ഇതാണ് അച്ചു നമ്മൾ പാലക്കാട് പോയപ്പോൾ കഴിച്ച ബിരിയാണി. അച്ചമ്മയ്ക്ക് കൊടുക്കട്ടെ ആദ്യം ഒരു പാത്രത്തിൽ. എന്തപ്പോൾ കഴിച്ച ചെല്ലില്ല, എന്നൊരു പാത്രത്തിലാക്കിയാൽ മതിയോ ബിരിയാണി? ഇപ്പോൾ കഴിക്കാൻ വേണ്ട, ഇല്ല, വെറുതെ കയ്യിലാക്കിയിട്ട്. ആദ്യം അന്ന് പോകുമ്പോൾ ബിരിയാണിയും കൊണ്ട് പോയതാ. ഇത് ചൂട് ഇതാ ഒലർച്ചയൊക്കെ ഉണ്ട്. ഒലർച്ചയുണ്ട്. ഇതിൽ കൂടെ ഇങ്ങനെ ഇറച്ചി ആയതും കൊണ്ടില്ലേ, ഇറച്ചി വേറെ അച്ഛമ്മ പോയ പറഞ്ഞ അച്ഛമ്മ എന്താ പറയുന്നത്, കുട്ടി പിന്നെ കുട്ടികൾ ക്ഷമിക്കണതിനൊരു പരിധിയുണ്ട്. ഇനി അച്ഛമ്മ വന്നാ പോവില്ല കേട്ടോ. ഇനി അച്ഛമ്മ വന്നാ പോവില്ലാന്ന്. സാലഡ് വേറെ പാത്രത്തിലാക്കട്ടെ. പോയിട്ട് ഡോക്ടർ എന്താ പറയാ നോക്കട്ടെ. എന്തേ ഇതിപ്പോ ഇവര് കഴിക്കുമോ? അപ്പൊ കുട്ടികൾക്ക് എരിവുണ്ടാവില്ലേ? ഏത് ഇല്ലേ ന്യൂസിന് മാമ ആണോ?
ഇത് കഴിച്ചു നോക്കുന്നമ്മ ടോസ്റ്റ് നമ്മളിവിടെ ഉണ്ടാക്കണ തന്നെ. കളർ മാറ്റല്ലേ. സലാഡ് അവിടെ ഉണ്ട്. ചൂട് 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 ഇത് സാലഡ് കൊണ്ടോണ്ടമ്മ ഇതിലാക്കുക. അത് ചോറ്റ് പത്രത്തിലാക്കണോ? ഇതില് അമർത്തി വെക്കാൻ പറ്റില്ലേ? ഇതില് വെക്കാൻ പറ്റില്ല. ഞാൻ കൈ പിടിക്കാം. ചോറ്റുപാത്രം ഉണ്ട്, വരുമ്പോ കൊണ്ടുവന്നാൽ മതി. ചോറ്റുപാത്രത്തിലാക്കി മതിയോ? ഇതിപ്പോ കഴിക്കേണ്ട സമയം. വേണ്ടോ? കണ്ടില്ലേ ഓരോ ചൂടാറട്ടെ. ഇനി നമ്മുടെ ബാക്കിയുള്ള പണികളുണ്ട് കേട്ടോ. പാത്രം കഴുകല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ക്ലാസ്സിൽ അമ്മയ്ക്ക് ആക്കി തരാം. അമ്മേനെ കൊണ്ടേക്കും ചെയ്തോളൂ. ഇപ്പൊ രാവിലെ കുറേശ്ശെ നടക്കും കൊണ്ട് ഇപ്പൊ നടക്കാൻ മടിയില്ല. നടക്കാണ്ട് അന്ന് ഇത് കഴിഞ്ഞിട്ട് കുറേ ദിവസം ഇടയ്ക്കും പോവാണ്ടേ നടക്കാനേ ചെയ്യണില്ല. ഇപ്പൊ നടക്കുമ്പോ കിടക്കണമൊന്നുമില്ല. നാച്ചിട്ടി അപ്പോൾ ദാ വേണ്ടവർ കഴിക്കട്ടെ. അമ്മയും പോവുകയാണ് കേട്ടോ. അമ്മ പോകുമ്പോഴേക്ക് വേഗം ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അമ്മ പോകുമ്പോഴേക്ക് അമ്മ കുറേ ഇല്ലേ എന്താ നാളെ വന്നപ്പോൾ ഇതാണ്ട് അമ്മ വരുമ്പോൾ നമുക്ക് അമ്മയുടെ വിശേഷങ്ങളും നമ്മുടെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തി വീഡിയോ എടുക്കാം. അപ്പോൾ മക്കൾക്കൊക്കെ കണ്ടോ. അപ്പോൾ അമ്മ ഇല്ലാണ്ട് അവർക്കൊക്കെ ഒരു ഭയങ്കര ഇടങ്ങാറായിരിക്കണം. നമുക്കും ഇടങ്ങാറുണ്ട് കേട്ടോ. കുറേ ദിവസം എങ്ങനെ പറയാ, കുറേ ആയപ്പോൾ ഒരു ഇതല്ലേ. വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരാള് വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോഴും എങ്ങനെ അറിയാച്ച ഒരു ധൈര്യമാണ് പറഞ്ഞില്ലേ. ആരൊക്കെ നമ്മളെന്തൊക്കെ ചെയ്താലും കാക്കേ ടാറ്റാ. അങ്ങനെ അമ്മ കുറച്ച് ദിവസത്തിന് ശേഷം അമ്മ വന്നു കൊണ്ട് ഉമ്മ പോയി. മാലിട്ടൊന്നല്ലേ? കഴിഞ്ഞ ആഴ്ച വന്നല്ലോ അല്ലേ? ശരി ശരി. അതിന്റെ മുമ്പത്തെ പ്രാവശ്യം വന്ന് പിന്നെ ഉച്ചക്ക് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ എന്താ നമുക്കൊരു വിഷമല്ലേ എന്താ അല്ലേ. നമ്മള് പിന്നെ അമ്മ പോയി കഴിഞ്ഞിട്ട് പിന്നെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് കാരണം നമ്മൾ നേരത്തെ ചെയ്തത്. ഇനി പണികളൊക്കെ ഇഷ്ടം പോലെ ഇനി ബാക്കി എന്ത് പണികളോ ചെയ്യാലോ. അതിനാവുമ്പോ കഴിച്ചാൽ പോരെ. അല്ല ഞാനധികം അമ്മയായിട്ട് അങ്ങനെ വിട്ടു നിന്നിക്കണത് പ്രസവ സമയത്തോ അങ്ങനെയാണ് ഇല്ലേട്ടാ വന്ന് നിന്നിട്ടുള്ളൂ. മറ്റേത് ഞാൻ എപ്പോഴും ഉണ്ടാവും ഇവിടെ. അമ്മയും ഞാനും അധികം ഉണ്ടാവും. ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ടും അമ്മ ഓരോന്ന് നമ്മളെ സഹായിച്ചിട്ടും ഒക്കെ ഇരിക്കും. വെറുതെ ഇരിക്കുകയില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഓരോന്ന് ചെയ്യും. നമുക്കൊരാക്കൊക്കെയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പക്ഷേ ഏറ്റവും ഒരു ഇത് പറയല ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ, നമ്മുടെ അച്ഛനും അമ്മയും അതേപോലെ ഇവിടെയുള്ള അച്ഛനും അമ്മയൊക്കെ ഉള്ള സമയത്താണ് കേട്ടോ നമ്മുടെ ഒരു നല്ല കാലം എന്ന് പറയുക. എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ എല്ലാവരും ഉള്ളതാണ് എനിക്കും ഒരു ഇഷ്ടം. എന്താ ആരൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്ക് ഏട്ടനൊക്കെ എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ ഞാൻ ഓടിപ്പോയിട്ട് അമ്മയത്താണ് പറയുക. അമ്മ എന്നെ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഏറ്റവും കൂടുതൽ അമ്മയത്താണ് പറയുക. അപ്പോൾ അമ്മയ്ക്കാണ് പറഞ്ഞു വെച്ചാൽ നമുക്കാണെന്ന് വെച്ചാലും ഒക്കെ ഓരോ ഇനി പറഞ്ഞാൽ ഞാൻ കരയും. എൻ്റെ കുട്ടി പാത്രമൊക്കെ കൗത്തി വെച്ച് പഞ്ചവാദ്യം തുടങ്ങി എൻ്റെ കുട്ടി. ഇപ്പൊ തരും കേട്ടോ. അമ്മ വരട്ടെ. പാപ്പയല്ലേ മാമാണേ. അമ്മോ ഇരുന്നോ. കുട്ടിക്ക് വേണ്ടേ? മതിയോ? ഇടയ്ക്കിടയ്ക്ക് കഴിക്കൊന്നും കഴിക്കില്ല. കിച്ചു വേണ്ടേ? കുഞ്ഞപാടാ എവിടെ സുകന്യ? സുകന്യ 2-3 പ്രാവശ്യം കഴിച്ചു. എന്നാലും പോന്നു. ഇങ്ങോട്ട് വായങ്ങടേ. അവിടെ ഇരുന്നോ. ഇരുന്നോ. എന്താ കുഞ്ഞ കൊട്ടും വേണ്ടേ? കുഞ്ഞിന് കുറച്ചുകൂടെ കൊടുക്കേ.
മതിയോ? ആ എന്നാ മതി മതി മതി. ഇത് ഉണ്ടാക്കി വെച്ചതേ ഒരബദ്ധായി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ഇപ്പോ സലാഡ് കഴിച്ചൂലേ? സലാഡ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തോട്ടോ. സലാഡാണെങ്കിൽ എന്ത് സൂന്യ വരാത്ത ആരവിടെ കാല് കടയണോ? എന്താ ഇവിടെ ഭക്ഷണം കഴിക്കണു? ആരെ കാലയാണ് ഒഴിയണ്? ഇതിനെ ഒരു കറി ഉണ്ട് കേട്ടോ പാലക്കാട്, എന്താന്നറിയോ? കായച്ചാറ്. കായച്ചാറ് അത് കൂട്ടിയിട്ടാണ്. പക്ഷെ ഇത് ഇതിനെന്താണ് ഒരു രസം എന്ന് പറഞ്ഞാൽ ഇതിൽ എണ്ണ മെഴുക്ക് കൂടുതൽ ഉണ്ടാവില്ല, മെഴുക്കും കുറവായിരിക്കും. അതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന്. നമ്മള് കഴിക്കട്ടെ. അപ്പൊ എന്താണ് ഒന്ന് അഭിപ്രായം കൂടി പറഞ്ഞോളൂ. സൂപ്പറാണോ? പൊന്നൂന് ഇഷ്ടപ്പെട്ടോ? പൊന്നേ 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 മൂന്നാമത്തെ പ്രാവശ്യമാണ്. പൊന്നൂന് ഇഷ്ടപ്പെട്ട? കുഞ്ഞിന് ഇഷ്ടമായോ? അപ്പൊ ഒന്നും പറയില്ല. എന്താ വെള്ളം കണ്ടിട്ടാണ്. അത് ശരി. അപ്പൊ കിച്ചൂന് ഇഷ്ടമായോ? കുഞ്ഞ് അപ്പൊ കുഞ്ഞിനൊക്കെ ആസ്വദിച്ച് കഴിക്കണം. കുഞ്ഞുണ്ണി ബാമത വെച്ചറ കുഞ്ഞുണ്ണിയൊക്കെ കഴിച്ചത് കൊണ്ടാണ്. അപ്പൊ സമയം ഇപ്പൊ 9:30 മണിയായി. അപ്പൊ എന്തായാലും ഇനി വലിച്ചു നീട്ടില്ല അല്ലേ? കാരണം എനിക്ക് വിശക്കുണ്ടാവും കൊണ്ടാണ് നീട്ടാത്ത. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. കഴിച്ചു നോക്കി അഭിപ്രായങ്ങൾ പറയൂ കേട്ടോ. ഇതിന്റെ ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ, മറ്റേ ബിരിയാണി പോലുള്ളതല്ല. സുനി അഭിപ്രായം പറ. ഇത് ഇറച്ചിച്ചോറ് ഇതിനാണോ പറയാന്നറിയില്ല. നമ്മളിവിടെ നമ്മുടെ പാലക്കാട് പറയുന്നത് റാവുത്തർ ബിരിയാണി എന്നാണ് പറയുക. ഞങ്ങള് കഴിഞ്ഞ ആഴ്ച പോയപ്പോ ഈ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. അതെ, ഇന്നിപ്പോ അത് ഉണ്ടാക്കാനുള്ള കാരണം അതാണ്. മക്കൾക്ക് ഞങ്ങള് കഴിച്ചപ്പോ നന്നായിട്ട് ഇഷ്ടമായി. അപ്പൊ പിന്നെ എന്തായാലും അതന്നെ ഉണ്ടാക്കാന്ന് വെച്ചു. നമ്മളിത് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഉണ്ട് ഇത്. അപ്പൊ ചിലവരൊക്കെ പറഞ്ഞിരുന്നു ഇത് ഇറച്ചിച്ചോറാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതിന്റെ കായച്ചാറ് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇതിൽ കൂടെ കൂട്ടി കായച്ചാറിന്റെ ആവശ്യം ഇത് ഇങ്ങനെ കഴിക്കാം, അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പൊ എന്തായാലും കഴിക്കട്ടെ. വീഡിയോ നമ്മൾ ലാസ്റ്റ് ഭാഗം പറഞ്ഞല്ലോ, അത് ടാറ്റയൊക്കെ തരുന്നു. അപ്പൊ നിർത്താലേ കുഞ്ഞാ? ആരും തലപൊക്കണില്ല. ശരി, അപ്പൊ നാളെ കാണാം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.